നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് കൊഹിഷൻലെസ് സോയിലാണ്. അപ്പോൾ കോസിയസ് സോയിൽ, ക്ലേ പോലുള്ള കോസിയസ് സോയിലിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ചെയ്യാൻ പറ്റും. നമുക്ക് കൊയ്സി ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർഫസിലുള്ള അത് ഉണ്ടാക്കുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കിൻ ഫ്രിക്ഷനും അതുപോലെ ബേസിൽ ഉണ്ടാക്കുന്ന നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയും കണ്ടെത്തിയിട്ട് ഏരിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്ലേൻ്റെ ചെയ്യാം. സാൻഡിൻ്റെ അതും കൺസെപ്റ്റ് അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് സാൻഡിൻ്റെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാൻഡിൻ്റെ നോക്കാം. സാൻഡ് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലുണ്ട്. ഇവിടെ ഞാനൊരു പൈൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പൈൽ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യൂ യു ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ക്യൂ യു എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിൻ്റെയും കൂടി ഒരു സം തന്നെയാണ്. ക്യൂ ബി പ്ലസ് ക്യൂ എസ് തന്നെയാണ് രണ്ടും, പക്ഷെ കണ്ടെത്താൻ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ എഫ് ബി എന്ന് കാണാം. അതായത് ഈ ക്യൂബിനെ നമുക്ക് എങ്ങനെ മാറ്റിയതാണ്, ക്യൂബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് ബേസ്, ഈ ബേസിൻ്റെ ഏരിയ ഇൻറ്റു ഇവിടെ ഈ ബേസിൽ ഉണ്ടാകുന്ന മുകളിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ സ്ട്രെങ്ത്ത്, അതിന് നമുക്ക് എഫ് ബി ആണെങ്കിൽ, അതായത് ബിയറിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ എഫ് ബി എന്നാണ് നമ്മൾ എഴുതുക. അതുപോലെ ഇതാണെങ്കിൽ എ എസ് ഇൻറ്റു എഫ് എസ്, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ ഈ താഴെ ഉണ്ടാകുന്ന ഈ ഒരു പ്രഷർ എന്താണെന്ന് നമ്മൾ അറിയണം. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരച്ച് നോക്കാം. അതിൻ്റെ പ്രഷർ ഡയഗ്രാം നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ വേരിയേഷൻ വരികയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ക്ലേൻ്റെ നമ്മൾ ചെയ്ത സമയത്ത് ഓൾറെഡി നമ്മൾ ക്ലേനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്ലേ സോയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു പൈൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ഡയഗ്രാം നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ, സോയിൻ്റെ പ്രഷർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. വെർട്ടിക്കൽ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ താഴോട്ട് വരുന്തോറും വെർട്ടിക്കൽ സ്ട്രെസ് കൂടി വരും. കാരണം നമ്മൾ ഇക്വേഷൻ എന്താണ്, ഗാമ സെഡ് എന്നാണ് ഇക്വേഷൻ. മൊത്തം സെഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ ഗാമ സെഡ് ആയിരിക്കും താഴെ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ താഴെ ബിയറിംഗ് കപ്പാസിറ്റി ക്യൂ യു കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം, സി എൻ സി പ്ലസ് ക്യൂ എൻ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഗാമ എച്ച് അല്ലേ ക്യൂ എന്ന് പറയുന്നത് ഏത് ഡെപ്തിലാണോ കാണേണ്ടത് അവിടെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ്സാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗാമ എച്ച് എന്നാണ്, അതിനാണ് ക്യൂ എന്ന് പറയുന്നത്. ഗാമ സെഡ് ക്യൂ എൻ ക്യൂ പ്ലസ് 0.5 ബി ഗാമ എൻ ഗാമ, ഇതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റത്തെ ക്ലേൻ്റെ കേസിൽ നമ്മൾ നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആയതുകൊണ്ട് ഈ ഒരു രണ്ട് ടേമും 0 ആയി പോകും. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കോസി ഫോഴ്സ് മാത്രം കിട്ടിയാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ക്ലേൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ സാൻഡിൻ്റെ കേസ് ആവുന്ന സമയത്ത് സാൻഡിൻ്റെ കോസി ഫോഴ്സ് ഇല്ല, ബാക്കി രണ്ട് ഈ ടേംസാണ് എഫക്റ്റീവായിട്ട് വരുന്നത്. ഈ സി എൻ സി എന്ന് പറഞ്ഞ ടേം ക്ലേക്ക് ഇല്ല, ബാക്കി രണ്ട് ടേമാണ്, സാൻഡിനില്ല, കൊയ്ഷനില്ലല്ലോ സാൻഡിന്, കൊയ്ഷൻലെസ് സോയിലാണ് സാൻഡിൽ. അതുകൊണ്ട് ബാക്കി രണ്ട് ടേംസാണ് സാൻഡിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വെർട്ടിക്കൽ സ്ട്രെസ് ഇപ്പോൾ ക്യൂ എൻ ക്യൂ അല്ലേ നമ്മൾ ഇക്വേഷൻ, അതായത് ഗാമ എച്ച് വെർട്ടിക്കൽ സ്ട്രെസ് എത്രയാണെന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ രീതിയിൽ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരാറ്. പക്ഷേ നമ്മൾ ഈ ഡീപ്പ് ഫൗണ്ടേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരുപാട് ഡെപ്തിലേക്കുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞൊരു ഡെപ്ത് ഉണ്ട്. ആ ഒരു ക്രിട്ടിക്കൽ ഡെപ്ത് വരികയുള്ളൂ ഇങ്ങനെ താഴോട്ട് പോകുന്നതിനനുസരിച്ച് സ്ട്രെസ്സ് കൂടുക. അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രെസ്സിനൊരു മാറ്റം ഉണ്ടാവില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രണ്ട് കേസും വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഈ പൈൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ പൈൻ്റെ ലെങ്ത്ത് ഇവിടെ വരച്ച് വെച്ചു, എല്ലാണ് പൈൻ്റെ ലെങ്ത്ത് എങ്കിൽ ഈ പൈലിൻ്റെ ലെങ്ത്ത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇൻ കേസ് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കൂടുതലാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡെപ്ത് ഏകദേശം ഇവിടെ വരികയെന്ന് വരിക. ക്രിട്ടിക്കൽ ഡെപ്ത് ഈ ഒരു ഹൈറ്റിലാണ്, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കൂടുതലാണ് നമ്മുടെ പൈലിൽ നിന്ന് വരിക. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ ക്രിട്ടിക്കൽ ഡെപ്ത് വരെ നമ്മുടെ പ്രഷർ എന്ത് ചെയ്യും, താഴോട്ട് പോകുന്നതിനനുസരിച്ച് വെർട്ടിക്കൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും. അതിനുശേഷം വെർട്ടിക്കൽ സ്ട്രെസ്സിന് ഒരു മാറ്റവും ഉണ്ടാവില്ല, കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വെർട്ടിക്കൽ സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ സ്ട്രെസ്, ഈ ബേസിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ക്യൂ എൻ യു എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്തണം. ഇൻ കേസ് നമ്മൾ ഇപ്പം ക്ലേൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ക്ലേൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ക്ലേ പോയിട്ട് ഇപ്പോൾ നമ്മൾ സാൻഡാണ് കൺസിഡർ ചെയ്യുന്നത്. ആ കേസിൽ ക്യൂ യുവിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതി, എന്താ, സി എൻ സി ഗാമ എച്ച് ക്യൂ എൻ ക്യൂ 0.5 ബി ഗാമ എൻ ഗാമ. ഈ ടേം എന്തായി മാറി, 0 ആയി മാറി. ഈ ടേം 0 ആയി പോയിട്ട് ക്യൂ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ എന്താണത്, ഗാമ എച്ച് എൻ ക്യൂ പ്ലസ്
0.5 ബി ഗാമ എൻ ഗാമ എന്നാണ് നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ ഉള്ളത്. ഇത്രയും നമുക്ക് ഇക്വേഷനുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ക്യൂ നെറ്റ് അൾട്ടിമേറ്റ് ആണ് നമുക്ക് ശരിക്കും കാണേണ്ടത്. നെറ്റ് അൾട്ടിമേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നെറ്റ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ക്യൂ യുവിൻ്റെ അകത്തുനിന്ന് ഒരു ഗാമ ഡി ഗാമ എച്ച് ആണെങ്കിൽ എച്ച് നമ്മൾ എച്ചിൽ റെപ്രസെൻറ്റ് ചെയ്ത് ഗാമ എച്ച് മൈനസ് ചെയ്ത് ആ സർചാർജ് വെയിറ്റും കൂടി മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ക്യൂ എൻ യു എന്ന് പറഞ്ഞാൽ ഈ ടേം കിട്ടുക. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് കിട്ടുക. ഇതിനേക്കാളും ചെറിയൊരു വാല്യൂ നമുക്ക് കിട്ടും. ഈ ഒരു ക്യൂവിനേക്കാളും ചെറിയൊരു വാല്യൂ നമുക്ക് കിട്ടും. ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ ക്യൂ എൻ ക്യൂവിന് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു ഫസ്റ്റത്തെ ടേം മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഗാമ എച്ച് എൻ ക്യൂവിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബേസിൽ ഉണ്ടാകുന്ന പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ഈ എഫ് ബി എന്ന് പറഞ്ഞ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. എഫ് ബി എന്ന് പറഞ്ഞ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്ക് എന്താ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടെത്തിയിട്ട് അത് സർചാർജ് വെയിറ്റ് ഗാമ എച്ച് കുറച്ചിട്ടുള്ള നെറ്റ് അൾട്ടിമേറ്റ് ആയിരുന്നു നമ്മുടെ എഫ് ബി ആയിട്ട് വരിക അല്ലേ. ആ നെറ്റ് അൾട്ടിമേറ്റ് ആണ് നമ്മൾ എഫ് ബി ആയിട്ട് കൺസിഡർ ചെയ്തത്. ക്ലേ ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്തത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് വരിക. പക്ഷെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ആ ഒരു എഫ് ബി എന്ന് പറഞ്ഞ വാല്യൂ ക്യൂ എൻ ക്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യൂ എൻ ക്യൂനെക്കാട്ടും കുറച്ച് വലിയൊരു വാല്യൂ ആണ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേമൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷെ നമുക്കിനിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഇത്ര കപ്പാസിറ്റി ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞു പോയാലും പ്രശ്നമില്ല. നമ്മൾ അധികമായി പോയാലാണ് പ്രശ്നം. നമ്മൾ ഇത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ വലിയൊരു വാല്യൂ നമ്മൾ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ച് പോയാലാണ് കുഴപ്പം. അപ്പോൾ നമ്മൾ അതിനേക്കാളും വലിയൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പം അത് ഫെയിലോ. അപ്പോൾ നമ്മൾ കപ്പാസിറ്റി ഓൾറെഡി ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കിട്ടുന്നത് കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് വിഷയമല്ല. കാരണം ലോഡ് കൂടിപ്പോയാലും അത് പിടിച്ച് നിർത്തില്ല. ആക്ച്വലി അതിന് കപ്പാസിറ്റി ഉണ്ടല്ലോ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കുറഞ്ഞു പോയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ക്യൂ എൻ ക്യൂ തന്നെയാണ് നമ്മൾ എഫ് ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അധികം കൺഫ്യൂഷൻ ആവണ്ട. അത് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറയുന്നത് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. അത് ഞാൻ ഒന്നുകൂടെ നെക്സ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ക്യൂ എൻ ക്യൂ എന്ന് പറഞ്ഞാൽ ഗാമ എച്ച് എന്ന് പറഞ്ഞിട്ടൊരു ടേം നമുക്കുണ്ട്. ഗാമ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട്. അപ്പോൾ ഗാമ എച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗാമ എച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കേസിൽ നമ്മൾ ഗാമ എച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ്സാണ് നമുക്ക് വേണ്ടത്. ബേസിലുള്ളതല്ലേ വേണ്ടത്. ബേസിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഗാമ എല്ലാണെങ്കിൽ ഗാമ എല്ലായിരിക്കും ഇവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ് വരിക. ഇനി ഈ കേസിൽ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗാമ ഡി സി ആയിരിക്കും. കാരണം ക്രിട്ടിക്കൽ ഡെപ്ത് വരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ഡി സി ആണെങ്കിൽ ഗാമ ഡി സി തന്നെയായിരിക്കും ഈ ബേസിലുള്ളതും. അത് മാത്രം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാളും കൂടുതലെങ്കിൽ കുറവെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഗാമ എല്ല് വെച്ച് കാണാം. പക്ഷേ അധികം നമ്മുടെ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാളും കൂടുതലാണ് പൈൻ്റൽ ഡെപ്ത് എന്ന രീതിയിലാണ് ചോദിക്കാറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗാമ എല്ല് ചെയ്യാൻ പറ്റില്ല, ഗാമ ഡി സി. കാരണം ഇവിടെ ഗാമ ഡി സി ആണ്. ആ ഗാമ ഡി സി തന്നെയായിരിക്കും ഇവിടെ താഴെയും ഉണ്ടാവുക. അത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡി സി എന്താണെന്ന് എഴുതി വെച്ചോ. ഡി സി എന്ന് പറഞ്ഞാൽ എന്താ, ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. ക്രിട്ടിക്കൽ ഡെപ്ത് ഇറ്റ് ഈസ് ദി ഡെപ്ത് അപ് ടു വിച്ച് ഇഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് ഇൻക്രീസസ് ആൻഡ് ദെൻ റിമൈൻ കോൺസ്റ്റൻറ്റ്. അവിടെ വരെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ശേഷം അതെന്തായിരിക്കും, റിമൈൻ കോൺസ്റ്റൻറ്റ്. ആ ഡെഫിനേഷൻ ഒന്ന് എഴുതി വെച്ചോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആംഗിൾ ഓഫ് ഷിയർ റെസിസ്റ്റൻസ് ആൻഡ് വിഡ്ത്ത് ഓഫ് പൈൽ. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് സോയിലും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ അത് എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസിനും അതുപോലെ പൈലിൻ്റെ വിഡ്ത്തിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ രണ്ട് കേസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു കേസ് ചെയ്താൽ ഈ ലെങ്ത് ഓഫ് പൈലാണ് എല്ല്, ലെങ്ത് ഓഫ് പൈൽ ഈസ് ലെസ് ദാൻ ഡി സി, ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടും കുറവാണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ അറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ അറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ലെങ്ത് ഓഫ് പൈൽ ഈസ് ഗ്രേറ്റർ ദാൻ ഡി സി, സെക്കൻഡ് കേസ്. ആ കേസിൽ പ്രഷർ അറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ അറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ നമുക്ക് ആ ക്യൂ യു കാണണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ അറിയാം. ക്യൂ യു എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ബി പ്ലസ് ക്യൂ എസ് ആണ്. ക്യൂ ബി എന്ന് പറഞ്ഞാൽ എന്താ, എ ബി ഇൻറ്റു എഫ് ബി ആണ്. ക്യൂ എസ് എന്ന് പറഞ്ഞാൽ എന്താ, എ എസ് ഇൻറ്റു എഫ് എസ് ആണ്.
അപ്പോൾ അവിടെ എഫ് ബി എന്താണെന്ന് അറിയണം. എഫ് ബി ആണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. QNQ മതി എഫ് ബിക്ക്. നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. QNQ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ആ വാല്യൂ എന്ന് പറയുന്നത് QNQ ആണ്, നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ QNQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു വാല്യൂ Q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? QNQ എന്ന് പറഞ്ഞാൽ ബേസിലുള്ള പ്രഷർ, അത് ഗാമ L ആയിരിക്കും ഇഫ് L ഈസ് ലെസ് ദാൻ DC. പിന്നെ Q എന്ന് പറഞ്ഞാൽ ഗാമ DC ആയിരിക്കും ഇഫ് L ഈസ് ഗ്രേറ്റർ ദാൻ DC. ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ എന്താ വേണ്ടത്? പിന്നെ നമുക്ക് ഏരിയ വേണം. ഏരിയ AB എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ബേസ്, അത് ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി QS കണ്ടെത്തണം. QS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? QS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AS × FS. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ക്ലേൻ്റെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് ക്ലേ ആണെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഒരു ക്ലേ ആണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ക്ലേ ഞാൻ വരച്ചു. ഇവിടെ ബേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ FS എന്ന് പറഞ്ഞാൽ എന്താ? സ്കിൻ ഫ്രിക്ഷൻ. ഈ സൈഡിൽ നിന്ന് വരുന്ന ഈ സർഫസിലൂടെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ സർഫസ് ഏരിയയിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ സ്ട്രെസ്സിനെയാണ് FS എന്ന് പറഞ്ഞത്, സ്കിൻ ഫ്രിക്ഷൻ. അപ്പോൾ ക്ലേൻ്റെ കേസിൽ സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഇതിൻ്റെ സർഫസിൽ ഏത് പോയിൻ്റ് എടുത്താലും FS തന്നെയായിരിക്കും. FS എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഏതൊരു പോയിൻ്റ് എടുത്താലും, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ നമ്മുടെ മൊത്തം സർഫസ് ഏരിയ കണ്ട് FSനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലോഡ് കിട്ടും. പക്ഷേ ഈ സാൻഡിൻ്റെ കേസ് വരുന്ന സമയത്ത് എല്ലാ പോയിൻറ്റിലും ഈ സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രിബ്യൂഷൻ എല്ലാ പോയിൻറ്റിലും ഒരുപോലെയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സർഫസ് ഏരിയ കണ്ടിട്ട് FSനെ കൊണ്ട് കണ്ടിട്ട് FSനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ സാൻഡാണ്. സാൻഡിൽ നമ്മളൊരു പൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ മൊത്തം സർഫസിലും വരുന്ന ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അല്ല. അതിനുവേണ്ടി നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ പ്രഷർ ഡയഗ്രാം വരയ്ക്കും. പ്രഷർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക നിങ്ങൾക്ക് അറിയാലോ. DC എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു DC എന്ന് പറഞ്ഞ ഡെപ്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും അതിൻ്റെ ഷേപ്പ്. ഇവിടം വരെ ഇങ്ങനെ കൂടിയിട്ട് പിന്നെ ഇവിടുന്ന് ശേഷം ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഈ ലെങ്ത് വൈസ് ഉള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം 0 ആണ്, ഇവിടെ മാക്സിമം ആണ്. അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ആ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലൈനിൽ നമ്മൾ കണ്ടെത്തിയിട്ട് നമുക്കിതിൻ്റെ എൻ്റയർ ഷാഫ്റ്റ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ ഒരു ലൈൻ, ഈ ഒറ്റൊരു ലൈന് കൺസിഡർ ചെയ്യുക. ഈ ഒരു ലൈനിലാണ് ഈ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഇത്രയും പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനെ ഈ പെരിമീറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ ലൈൻസും ഓരോ ലൈനിൻ്റെയും നമ്മൾ കണ്ടെത്തും. ഓരോ ലൈനിൻ്റെ ഷേപ്പ് എന്താണ്? ഒരുപോലെയല്ല. ക്ലേൻ്റെ കേസിലാണെങ്കിലോ എല്ലായിടത്തും ഒരേ ഷേപ്പായിരുന്നു. ഇങ്ങനെയായിരുന്നു ക്ലേൻ്റെ കേസിൽ. ഇങ്ങനെ എല്ലായിടത്തും ഒരേപോലെയായിരുന്നു ക്ലേൻ്റെ കേസ്. പക്ഷേ ഇവിടെ ഒരു ഷേപ്പ് വ്യത്യാസമാണ്. ഒന്നെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പായിരിക്കും, അല്ലെങ്കിൽ ട്രയാങ്കിളും റെക്റ്റാങ്കിളും കൂടി ചേർന്ന ഷേപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്സിന് ചുറ്റും ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒരു ആക്സിന് ചുറ്റും ഒരു പ്ലെയിൻ പേപ്പർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു പ്ലെയിൻ പേപ്പർ, ഇവിടെ ഒരു ആക്സിസും ഉണ്ട്. ഈ പ്ലെയിൻ പേപ്പറിന് ചുറ്റും ഈ ഒരു ഇത് റൊട്ടേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇത് മൊത്തം റൊട്ടേറ്റ് ചെയ്താൽ ഒരു സിലിണ്ടർ പോലെ ആവില്ലേ? അതേമാതിരി തന്നെയാണ് ഇവിടെ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇവിടെ സെയിം ആയിരുന്നു, പക്ഷേ ഇവിടെ ഇങ്ങനെ വേരിയിങ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റയർ പെരിമീറ്ററിൽ എന്ത് ചെയ്യാം? എൻ്റയർ പെരിമീറ്ററിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. സാധാരണ നമ്മൾ എന്താ കണ്ടെത്തി കഴിഞ്ഞാൽ ലെങ്ത്ത് ഡെപ്തിനെ കൊണ്ടും വിഡ്ത്തിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള അതിൻ്റെ വേരിയേഷൻ കോൺസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള അതിൻ്റെ കണ്ടെത്തി, എന്നിട്ട് നമ്മൾ പെരിമീറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മളവിടെ QS എന്ന് പറഞ്ഞ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ QSൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. QS എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, K σV tan ഡെൽറ്റ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ K എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ. K എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, എർത്ത് പ്രഷർ. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ സിഗ്മ വി എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷനാണ് സിഗ്മ വി എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് സിഗ്മ വി എന്ന് പറയുന്നത്. പിന്നെ ഏതാ ടേം? ഡെൽറ്റ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പൈൽ ആൻഡ് സോയിൽ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ
ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പൈൽ ആൻഡ് സോയിൽ. അപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 5 വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നെന്ന് വെച്ചാൽ. ഇത് നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ QS കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ QS കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ K എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ കോയിഫിഷ്യൻ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തരും, ഡെൽറ്റയും നമുക്ക് തരും, Kയും ടാൻ ഡെൽറ്റയും നമുക്ക് ക്വസ്റ്റ്യനിൽ കോയിഫിഷ്യൻ്റ് ആയിട്ട് തരും. അത് നമുക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കണം. ഈ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കണം. ഇത് വരയ്ക്കാൻ നമുക്കറിയാലോ DC വരെ ഇവിടെ 0 ആയിരിക്കും, ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗാമ DC ആയിരിക്കും. ലെങ്ത്ത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാളും കൂടുതലാണെങ്കിൽ താഴെ മൊത്തം ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഗാമ DC ആയിരിക്കും. ഈ ഒരു വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ കണ്ടെത്തുക, അതായത് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും റെക്ടാങ്കിളിൻ്റെ ഏരിയയും കണ്ടെത്തുക. അപ്പോൾ ഇൻറ്റു ഏരിയ ഓഫ് വെർട്ടിക്കൽ സ്ട്രെസ് distribution diagram, vertical stress distribution diagram into perimeter of pi. അത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു എൻ്റയർ ഷാഫ്റ്റിൻ്റെ ചുറ്റുമുള്ള ഇത് കിട്ടും. എന്ത് കിട്ടും? എൻ്റെ ഷാഫ്റ്റിലുള്ള ഫ്രിക്ഷൻ, സ്കിൻ ഫ്രിക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് ഡയഗ്രത്തിൻ്റെത് കണ്ടിട്ട് നമ്മൾ ഈ പെരിമീറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പോലെയല്ല അവസാനം ഓരോ പോയിന്റിലും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തിലും ഇങ്ങനെ ഇതുപോലൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ, എല്ലായിടത്തിലും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഈ വെർട്ടിക്കൽ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്? സാധാരണ രീതിയിൽ അതിൻ്റെ ഡെപ്തിനെ കൊണ്ടും വിഡ്ത്തിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു സാധാരണ രീതിയിൽ. ഡെപ്ത് അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ക്ലേൻ്റെ കേസിലും ചെയ്തത്. ക്ലേൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് ചെയ്ത് നമ്മൾ സർഫസ് ഏരിയ കണ്ടെത്തിയിട്ട് അതിനെ കൊണ്ട് ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ ഈ കേസിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടല്ല, വേരി ചെയ്തിട്ടാണ് കൂടി വന്ന് പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല സർഫസ് ഏരിയനെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടിട്ട് മൊത്തം പെരിമീറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫൈനലി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. QS കാണണമെങ്കിൽ K ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും, ടാൻ ഡെൽറ്റ നമുക്ക് തന്നിട്ടുണ്ടാകും, ഇൻറ്റു ഏരിയ ഓഫ് വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാറാണ്. എന്നിട്ട് അതിൻ്റെ ഏരിയ കാണുക, ട്രയാങ്കിളിൻ്റെ ഏരിയ റെക്ടാങ്കിളിൻ്റെ ഏരിയ സെപ്പറേറ്റ് കാണുക. ചില കേസിൽ ട്രയാങ്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. എന്നിട്ട് പെരിമീറ്റർ ഓഫ് പൈൽ കാണുക. പൈ ഡി ആണെങ്കിൽ പൈ ഡി, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ഡി കാണുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ QS കിട്ടും. ക്യൂബിയും കാണുക, QS സെപ്പറേറ്റ് കാണുക. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? QU കിട്ടും. QS കാണാനുള്ള ഇക്വേഷൻ AS ഇൻറ്റു FS, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ QU എന്ന് പറഞ്ഞാൽ QB പ്ലസ് QS, QB എന്ന് പറഞ്ഞാൽ AB ഇൻറ്റു FB പ്ലസ് QSനെ ഞാൻ എന്താ എഴുതി? K ടാൻ ഡെൽറ്റ സിഗ്മ ബാർ. ഇഫക്റ്റീവ് സ്ട്രെസ് ആയതിനോട് ഒരു ബാർ കിട്ടുന്നുണ്ട് മുകളിൽ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. AB എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 d², ഏരിയ ഓഫ് പൈ അറ്റ് ബേസ്. ആ ബേസിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ π/4 d² ചെയ്താൽ AB കിട്ടും. FB എന്ന് പറഞ്ഞാൽ സാൻഡ് ആയതുകൊണ്ട് QNQ ആണ്. പ്ലസ് K ടാൻ ഡെൽറ്റ സിഗ്നി. ഈ ഒരു ടേമിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? ഈ ഒരു ടേമിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് ഇഫക്റ്റീവ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ കാണുക ഇൻറ്റു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ π d. അപ്പോൾ ഇതൊന്നും കൂടി എഴുതി കഴിഞ്ഞാൽ π/4 d². QNQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ Z NQ. Z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L ഓർ DC. എല്ലോ DC ആയിരിക്കും നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഏതാണെന്ന് നമുക്കറിയില്ല, നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ സെറ്റിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക നിങ്ങൾ ഏതാണെങ്കിലും. പിന്നെ K ടാൻ ഡെൽറ്റ, പിന്നെ ഏരിയ ഓഫ് ഇഫക്റ്റീവ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഇൻറ്റു പെരിമീറ്റർ π d. ഈ ഒരു ഫൈനൽ ഇക്വേഷൻ മാത്രം നിങ്ങൾ
പഠിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും.